നമസ്കാരം. ഇറാൻ ഇന്ന് കത്തുകയാണ്. പക്ഷേ പുകപടലങ്ങൾക്കിടയിൽ ലോകത്തെ ഞെട്ടിക്കുന്ന ചില വാർത്തകളൊക്കെ പ്രചരിക്കുന്നു. അമേരിക്ക ഇറാനിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ വെറുമൊരു സൈനിക നീക്കമല്ലെന്നും ഖമനിയുടെ അന്ത്യത്തിനു മുൻപ് നടന്ന ആസൂത്രിതമായ ഒരു ബാലി കർമ്മം ആണെന്നുമാണ് ചില റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത്. എപ്സ്റ്റീൻ ഫയലുകൾ ലോകത്തിനു മുന്നിൽ തുറന്നിട്ട ആ കറുത്ത ലോകത്തിന് ഇതിൽ പങ്കുണ്ടോ? ആരോപണം ഇതാണ്. ലോകത്തെ നിയന്ത്രിക്കുന്ന രഹസ്യ എലീറ്റ് ഗ്രൂപ്പുകൾ പുരാതന ദൈവമായ ബാലിനെ പ്രീതിപ്പെടുത്തുവാൻ കുരുന്നുകളെ ബലി നൽകുന്നു. ഇറാനിൽ ഖമനിയുടെ പതനത്തിന് തൊട്ടു മുൻപ് കുട്ടികളെ ലക്ഷ്യം വെച്ച് നടന്ന ആക്രമണങ്ങൾ ഈ ബാലി കർമ്മത്തിന്റെ ഭാഗമായിരുന്നുവെന്നാണ് ഡാർക്ക് വെബ് കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. എപ്സ്റ്റൈൻ ഫയലുകൾ പുറത്തു വന്നപ്പോൾ ലോകം കണ്ടത് ഉന്നതരായ രാഷ്ട്രീയക്കാരും കോടീശ്വരന്മാരും ഉൾപ്പെട്ട വൻ ശിശുപീഡന ശൃംഖലകളാണ്. ഇതിനെ വെറുമൊരു പീഡനമായിട്ടല്ല, മറിച്ചൊരു പ്രത്യേക ആചാരമായി പലരും കാണുന്നു. ഇറാനിലെ കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ അത് രാഷ്ട്രീയത്തിനപ്പുറം ഇത്തരം നിഗൂഢ ശക്തികളുടെ താല്പര്യമാണെന്ന് വിശ്വസിക്കുന്നവർ ഏറുകയാണ്. ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ സ്വന്തം മക്കളെ തീയിലിട്ട് ബാലിന് ദഹനബലി നൽകുന്ന രീതി പുരാതന കാലത്ത് ഉണ്ടായിരുന്നു. എന്നാൽ BC 586 ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷം ജൂതന്മാർ ഈ ആചാരം പൂർണ്ണമായും ഉപേക്ഷിച്ചു. ഇന്നവർ കടുത്ത ഏകദൈവ വിശ്വാസികളാണ്. എന്നിട്ടും എന്തുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും ഇത്തരമൊരു ആചാരത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്നു? അധികാര കൈമാറ്റത്തിന് മുൻപ് രക്തം ചിന്തണമെന്നൊരു വിചിത്രമായ വാദം ഈ കോൺസ്പിറൻസി തിയറികളിലുണ്ട്. ഖമനിയെ ഇല്ലാതാക്കുന്നതിന് തൊട്ടു മുൻപ് ഇത്രയധികം കുട്ടികൾ ഇരയാക്കപ്പെട്ടത് യാദൃശ്ചികമാണ്? അതോ ലോകം കാണാത്ത ഏതെങ്കിലും രഹസ്യ കരാറിന്റെ ഭാഗമാണോ? ഔദ്യോഗികമായി ആരും ഇത് സമ്മതിക്കില്ല എങ്കിലും യുദ്ധക്കളത്തിൽ പിടയുന്ന കുഞ്ഞുങ്ങൾ ഈ രഹസ്യങ്ങളുടെ ഇരകളാണോ എന്നത് ഗൗരവകരമായ ചോദ്യമാണ്. സത്യം പലപ്പോഴും നമ്മൾ കാണുന്നതിനേക്കാൾ ഭീകരമായിരിക്കാം. യുദ്ധങ്ങൾ രാഷ്ട്രീയമാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ അതിനു പിന്നിൽ നിഗൂഢമായ ആചാരങ്ങളുണ്ടെന്ന വാദം തള്ളിക്കളയാനാകില്ല. എപ്സ്റ്റൈൻ ഫയലുകൾ നമ്മെ പഠിപ്പിച്ചത് അതാണ്. നമ്മുടെ സങ്കല്പത്തിനപ്പുറത്തെ ക്രൂരതകൾ അധികാരത്തിന്റെ ഉന്നതങ്ങളിൽ നടക്കുന്നുണ്ട്. ഇറാനിലെ ഓരോ കുഞ്ഞും നീതി അർഹിക്കുന്നു. റോയിട്ടേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം സ്കൂൾ തകർത്തത് US മിസൈലുകളാണെന്ന് സൈനിക ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നു. എന്നാൽ വൈറ്റ് ഹൌസ് ഇത് നിഷേധിക്കുകയാണ്. മനഃപൂർവ്വം സിവിലിയന്മാരെ ലക്ഷ്യം വെക്കില്ല എന്ന സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുമ്പോഴും എന്തിനാണ് ഒരു പ്രൈമറി സ്കൂൾ ലക്ഷ്യം വെക്കപ്പെട്ടുവെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഈ ചോദ്യമാണ് നിഗൂഢവാദങ്ങളിലേക്ക് വഴി തുറക്കുന്നത്. എന്തിനാണ് കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെക്കുന്നത്? ഇവിടെയാണ് ബാൽ എന്ന പുരാതന ആരാധനയും കടന്നു വരുന്നത്. കുഞ്ഞുങ്ങളെ തീയിലിട്ട് ബലി നൽകി അധികാരമുറപ്പിക്കുന്ന പഴയ കനാന്യ രീതി ഇന്നും ലോകത്തെ നിയന്ത്രിക്കുന്ന ഗ്ലോബൽ എലീറ്റുകൾ പിന്തുടരുന്നുവെന്ന വാദം ശക്തമാണ്. എപ്സ്റ്റൈൻ ഫയലുകൾ പുറത്തു വന്നതോടെ ഉന്നതർക്കിടയിലെ ശിശുപീഡനങ്ങളും നിഗൂഢാചാരങ്ങളും വെറുമൊരു കഥയല്ല എന്ന് ലോകം തിരിച്ചറിഞ്ഞു. അധികാരത്തിന്റെ വലിയ മാറ്റങ്ങൾക്ക് മുൻപ് രക്തച്ചൊരിച്ചിൽ അനിവാര്യമാണെന്ന് ചില നിഗൂഢ ഗ്രൂപ്പുകൾ വിശ്വസിക്കുന്നു. ഖമേനിയുടെ അന്ത്യത്തിന് തൊട്ടു പിന്നാലെ നടന്ന ഈ ആക്രമണം അത്തരമൊരു ബ്ലഡ് സാക്രിഫൈസ് ആണോ? 175 കുരുന്നുകളുടെ മരണം അധികാരമുറപ്പിക്കുവാനുള്ള ഒരു കരാറിന്റെ ഭാഗമാണോ? രാഷ്ട്രീയത്തിന് പിന്നിലെ ഈ കറുത്ത ലോകം ഭീതിപ്പെടുത്തുന്നതാണ്. ടെഹ്റാനിൽ നിന്ന് 965 കിലോമീറ്റർ അകലെ ഹോർമൂസ് കടലിടുക്കിന് സമീപമാണ് മിനാബ് എന്ന ചെറുപട്ടണം. ഇവിടെയുള്ള ഷജറ ത്വയ്ബ എലിമെന്ററി സ്കൂളാണ് തകർത്തത്. ആക്രമണം നടക്കുമ്പോൾ കുട്ടികളും അധ്യാപകരും ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഇവർക്കു മേലെയാണ് മിസൈലുകൾ ആഞ്ഞു പതിച്ചത്. കുട്ടികളടക്കം 175 പേർ കൊല്ലപ്പെട്ടു. മക്കളെ സ്കൂളിലേക്ക് അയച്ച മാതാപിതാക്കൾ തകർന്ന സ്കൂളിന് മുന്നിൽ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ ഹൃദയഭേദകമായിരുന്നു. 100 കണക്കിന് ചെറിയ ഖബറുകളിൽ ഇവരെ അടക്കം ചെയ്യുന്ന ദൃശ്യങ്ങൾ ലോകത്തെ കരയിപ്പിച്ചു. നേരത്തെ പെന്റഗൺ മേധാവി പീറ്റെ ഹെക്സെറ്റ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സംഭവത്തിന് പിന്നിൽ US ആകാനുള്ള സാധ്യതയുണ്ടെന്ന് പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത 2 സൈനിക ഉദ്യോഗസ്ഥരും അറിയിച്ചിരുന്നു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനില്ല എന്നും പെന്റഗൺ വക്താവ് വ്യക്തമാക്കി. എന്നാൽ ഇറാനാണ് കുട്ടികളെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തുന്നതെന്നും US അല്ലെന്നും വൈറ്റ് ഹൌസ് പ്രതികരിച്ചു. എന്നാൽ മനഃപൂർവ്വം US ഇറാനിലെ സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടില്ല എന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത്. ഇറാൻ ഒരു ശ്മശാനമായി മാറുകയാണ്. 4ാമത്തെ സ്കൂളിന് നേരെയും അമേരിക്ക ഇസ്രയേൽ സംയുക്ത സേനയുടെ മിസൈലുകൾ പതിച്ചിരിക്കുന്നു. ടെഹ്റാനിലെ നിലൗഫറിൽ ഷാഹിദ് ഹമദേനി സ്കൂൾ തകർക്കപ്പെടുമ്പോൾ ലോകം ചോദിക്കുന്നതൊന്നു മാത്രം: എന്തിനാണ് കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെക്കുന്നത്? ഇതിന് പിന്നിൽ കേവലം യുദ്ധതന്ത്രമാണോ അതോ എപ്സ്റ്റൈൻ ഫയലുകൾ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വരേണ്യ വർഗത്തിന്റെ നിഗൂഢമായ ബാൽബലി തന്നെയാണോ? എന്താണ് ഈ ബാൽബലി?
പുരാതന കാനനൈറ്റ് കാലത്ത് അധികാരം നിലനിർത്തുവാൻ കുഞ്ഞുങ്ങളെ തീയിലിട്ട് ബലി നൽകുന്ന രീതി ഉണ്ടായിരുന്നു. ഇന്ന് അമേരിക്കയും ഇസ്രയേലും ആസൂത്രിതമായി ഇറാനിലെ സ്കൂളുകൾ ലക്ഷ്യം വെക്കുമ്പോൾ ഇത് ആ പഴയ ആചാരത്തിന്റെ ആധുനിക രൂപമാണെന്ന് കോൺസ്പിറസി തിയറികൾ അവകാശപ്പെടുന്നു. പ്രത്യേകിച്ച് ഖമനയുടെ പതനത്തിന് തൊട്ടു മുൻപ് ഇത്തരം ബ്ലഡ് സാക്രിഫൈസ് അനിവാര്യമാണെന്ന് ചില രഹസ്യ ഗ്രൂപ്പുകൾ വിശ്വസിക്കുന്നു. ഇതൊരു യാദൃശ്ചികതയല്ല. 4 സ്കൂളുകൾ കൃത്യമായ ഇടവേളകളിൽ ലക്ഷ്യം വെക്കപ്പെട്ടു. മിനാവിൽ 160 കുരുന്നുകൾ ഒരു നിമിഷം കൊണ്ടില്ലാതായി. ഇപ്പോൾ ടെഹ്റാനിലെ നിലൗഫറിലും അത് ആവർത്തിക്കുന്നു. ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി പുറത്തുവിട്ട ദൃശ്യങ്ങൾ ലോകത്തിനു മുന്നിൽ ഒരു ചോദ്യചിഹ്നമാണ്. എന്തിനാണ് സൈനിക താവളങ്ങൾക്ക് പകരം ക്ലാസ് മുറികൾക്ക് നേരെ മിസൈലുകൾ പായുന്നത്? യുനിസെഫിന്റെ കണക്കുകൾ പ്രകാരം ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ട 1300 പേരിൽ 186 പേരും കുട്ടികളാണ്. അതായത് ഓരോ 7ാമത്തെ മരണവും ഒരു കുരുന്നിന്റേത്. US ഇസ്രയേൽ സംയുക്ത സേനയുടെ ഈ നീക്കത്തെ പ്രതിരോധമെന്ന് വിളിക്കുവാൻ ലോകത്തിന് കഴിയുന്നില്ല. ഇതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും ആക്രമണം തുടരുന്നത് എന്തിനാണ്? എപ്സ്റ്റൈന്റെ ദ്വീപിലെ ആ കെട്ടിടത്തിനു മുകളിൽ ഒരു സ്വർണ്ണ താഴികക്കുടം ഉണ്ടായിരുന്നു. അത് പുരാതന കാനനൈറ്റ് ആരാധനാലയങ്ങളുടെ പകർപ്പാണെന്ന് പല വിദഗ്ധരും പറയുന്നുണ്ട്. എന്തിനായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ അവിടെ ഒത്തുകൂടിയിരുന്നത്? അവിടെ കുട്ടികളെ പീഡിപ്പിക്കുക മാത്രമല്ല, പുരാതനമായ ചില ഡാർക്ക് റിച്വലുകൾ നടന്നിരുന്നതായും എപ്സ്റ്റൈൻ ഫയലുകളിലെ സാക്ഷിമൊഴികൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ എലൈറ്റ് ഗ്രൂപ്പുകൾ തന്നെയാണോ ഇന്ന് ഇറാനിലെ യുദ്ധം നിയന്ത്രിക്കുന്നത്? ഫെബ്രുവരി 28 മിനാബിലെ ഷജറ ത്വയ്ബ സ്കൂളിലേക്ക് മിസൈലുകൾ പതിച്ച ദിവസം. നിഗൂഢവാദി ഗ്രൂപ്പുകളുടെ കലണ്ടർ പ്രകാരം ചില പ്രത്യേക നക്ഷത്ര വിന്യാസങ്ങളുള്ള ദിവസങ്ങളിൽ നടത്തുന്ന ബലികൾക്ക് അധികാരത്തിന്റെ ശക്തി കൂടുമെന്നാണ് വിശ്വാസം. 160 പെൺകുട്ടികൾ മിനാബിലും തുടർന്ന് ടെഹ്റാനിലെ നിലൗഫറിലും കൊല്ലപ്പെടുമ്പോൾ ഇതൊരു സൈനിക പിഴവാണെന്ന് വിശ്വസിക്കുവാൻ പ്രയാസമാണ്. ഇതൊരു ആധുനിക ബാൽ ബലിയാർന്ന വാദത്തിന് ഇവിടെയാണ് ശക്തി കൂടുന്നത്. റോയിട്ടേഴ്സിനോട് സംസാരിച്ച ആ 2 ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് പേര് വെളിപ്പെടുത്തുവാൻ ഭയക്കുന്നത്? ഇതൊരു സാധാരണ യുദ്ധമല്ല എന്നാണ് അവരും സൂചിപ്പിക്കുന്നത്. പെന്റഗൺ മേധാവി പീറ്റെ ഹെഗ്സത്ത് പ്രഖ്യാപിച്ച അന്വേഷണം എവിടെയോ തട്ടി നിൽക്കുകയാണ്. സത്യം പുറത്തു വന്നാൽ തകർന്നത് ലോകത്തെ വലിയ രാഷ്ട്രീയ സിംഹാസനങ്ങളായിരിക്കും. ഇസ്രയേലിന്റെ മിസൈലുകൾക്ക് ആയിക്കോട്ടെ, അമേരിക്കയുടെ മിസൈലുകൾക്കായിക്കോട്ടെ, ഒരു കെട്ടിടത്തിലെ ഒരു പ്രത്യേക മുറി മാത്രം തകർക്കുവാനുള്ള ശേഷിയുണ്ട്. ഇറാനിലെ ഉന്നത നേതാക്കളെ അവരുടെ വസതികളിൽ വെച്ച് ഇത്ര കൃത്യമായി വധിക്കുവാൻ കഴിയുന്ന ഒരു സൈന്യം എന്തിനാണ് മിനാബിലെയും നിലൗഫറിലെയും സ്കൂളുകൾക്ക് നേരെ ബോംബുകൾ വർഷിക്കുന്നത്? ഒരു മുറി മാത്രം തകർക്കുവാൻ കഴിയുന്നവർക്ക് ഒരു സ്കൂൾ മുഴുവനായി അബദ്ധത്തിൽ തകർക്കുവാൻ കഴിയുമോ? ഇവിടെയാണ് ഇതൊരു യാദൃശ്ചികതയല്ല, മറിച്ച് ബോധപൂർവമായ ഒരു ബലി ആണ് എന്ന വാദം ശക്തമാകുന്നത്. വിശ്വാസ പ്രമാണങ്ങൾ പ്രകാരം അന്ത്യകാലത്ത് ഭൂമിയിലേക്ക് കടന്നുവരുന്ന ദജ്ജാലിനെ സ്വീകരിക്കുവാൻ ഒരു പ്രത്യേക വിഭാഗം ഒരുങ്ങുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ ജൂതപ്പട ചെകുത്താനെ ആരാധിക്കുന്നവരാണെന്നും അവരുടെ അധികാരം ഉറപ്പിക്കാൻ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ രക്തം ആവശ്യമാണെന്നും നിഗൂഢവാദികൾ വിശ്വസിക്കുന്നുണ്ട്. ഇറാനിലെ ഈ 186 കുഞ്ഞുങ്ങളുടെ മരണം ദജ്ജാലിന്റെ വരവിനായി ഒരുക്കുന്ന ഒരു രക്തപരവതാനിയാണോ? ഏതൊരു വലിയ അധികാരമാറ്റത്തിന് മുൻപും ഒരു വലിയ രക്തച്ചൊരിച്ചിൽ നടക്കാറുണ്ട്. ചരിത്രത്തിൽ ബാൽ ആരാധകർ ചെയ്തിരുന്നതും ഇത് തന്നെയാണ്. ഖമേനിയെ നീക്കം ചെയ്യുന്നതിന് തൊട്ടു മുൻപ് സ്കൂളുകൾ ലക്ഷ്യം വെക്കപ്പെട്ടത് ആ പുതിയ ലോകക്രമത്തിന് വേണ്ടിയുള്ള ബലിയായിരുന്നു. എപ്സ്റ്റൈൻ ഫയലുകളിൽ കണ്ട ആ ഉന്നതരുടെ താല്പര്യങ്ങൾ ഈ ആക്രമണങ്ങൾക്ക് പിന്നിലുണ്ടോ? യുദ്ധം വെറുമൊരു വെടിയുണ്ടയിലല്ല, മറിച്ച് തലമുറകളെ തകർക്കുന്നതിലാണ്. ഇറാനിലെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നതിന് ആ രാജ്യത്തിന്റെ ഭാവി ഇല്ലാതാക്കാനാണോ? അതോ നാം ഭയപ്പെടുന്ന ആ നിഗൂഢ ശക്തികളുടെ പ്രീതിക്ക് വേണ്ടിയാണോ? സത്യം എപ്സ്റ്റൈൻ ഫയലുകളിലും മിനാബിലെ ഖബറുകളിലും ഒളിഞ്ഞിരിക്കുകയാണ്.